ഇൻഫാം വണ്ടമേട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന, 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്. പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് നടന്ന പ്രതിഷേധ റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ചക്കുവള്ളം മുതൽ ചിന്നക്കനാൽ വരെ 18 വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന 2,10,720 ഏക്കർ കൃഷിഭൂമിയാണ് വനമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന സുപ്രീംകോടതിയിൽ കേസ് നടത്തിവരുന്നത്. കൈവശഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും വീടുകളും എല്ലാം ഉൾപ്പെടുന്ന 18 വില്ലേജുകളിലെ മുഴുവൻ ഭൂമിയും വനഭൂമിയാക്കി മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. 1980 വനസംരക്ഷണ നിയമം ബാധകമായാൽ ഒരാധാരവും രജിസ്റ്റർ ചെയ്യാനോ കൈമാറ്റം നടത്താനോ സാധിക്കില്ല. വനേതര പ്രവർത്തനമെന്ന നിലയിൽ കൃഷി വരെ തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. കൂടാതെ നിയമം നടപ്പിലായാൽ വീടുകളുടെയും റോഡുകളുടെയും മറ്റ് നിർമ്മിതികളുടെയും ഒക്കെ അറ്റകുറ്റപ്പണികൾക്ക് പോലും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമായി വരും. ഇത്രയും ഭീകരമായ അവസ്ഥയ്ക്ക് കാരണമാകുന്ന പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും പട്ടയം നൽകണമെന്ന് ആവശ്യമുന്നയിച്ചും CHR റവന്യൂ ഭൂമിയാണ് എന്ന മുദ്രാവാക്യമുയർത്തിയുമാണ് ഇൻഫാം വണ്ടൻമേട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചത്. റാലിക്ക് ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗം രാജൻ സാത്തി മുഖ്യപ്രഭാഷണം നടത്തി. ഭൂരിഭാഗം പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരുന്നു. പക്ഷെ അതാണ് ഇപ്പൊ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് ഒരു കമ്മിറ്റിയെ വെക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ട ഡേറ്റ് സെപ്റ്റംബർ 30 ഒക്ടോബർ 15 എൻവിറോൺമെന്റിന്റെ പോർട്ടലിൽ ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കേരളത്തിലും അങ്ങനെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ ഫോം ചെയ്തിട്ടുണ്ട്. ആദ്യം ഫോം ചെയ്തിരുന്നത് 5 അംഗ കമ്മിറ്റിയാണ്. അതില് ചെയർമാനായിട്ടിരുന്ന ഫോറസ്റ്റിന്റെ കൺസർവേറ്റർ ആണ്. ബാക്കി ഒന്ന് KFRAയുടെ ഒരാള്, വേറെ ഒരു നിയമ ലോ സെക്രട്ടറി, പിന്നെ റവന്യൂന്റെ 2 പേര്. അതായത് 3 പേര് ഫോറസ്റ്റ് സൈഡിൽ നിന്ന് 2 പേര് റവന്യൂ സൈഡിൽ. ഇത് മനസ്സിലാക്കിയതിനു ശേഷം ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ട് ഇപ്പോൾ 4 പേരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, 9 പേരുണ്ട്. നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നത് ജനങ്ങളെ കേൾക്കണമെന്നും കരട് ആദ്യം പബ്ലിഷ് ചെയ്യണമെന്നും അതിനുശേഷം ജനങ്ങളുടെ സമ്മതം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ സെപ്റ്റംബർ 8 30 ഫയൽ ചെയ്യണം. യാതൊരു നടപടികളും നടന്നായിട്ട് അറിയില്ല. അപ്പം ഈ മാസത്തെ ഒരു ക്രൂഷ്യലായിട്ട് വരുന്നൊരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, കാടമ ഹിൽ റിസർവ് എന്ന് അറിയപ്പെടുന്നത്, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം കാടമ ഹിൽ റിസർവിന്റെ പാർട്ടാണ്. ഈ കാടമ ഹിൽ റിസർവ് വനമാണ്. അതുകൊണ്ട് അതായത് 2,10,720 ഏക്കർ. ഏലമായിട്ട് ഇതിന് ബന്ധമില്ല. കാടമ എന്നുള്ള പേരുണ്ടെങ്കിലും കാടമ ഹിൽ റിസർവിലെ എല്ലാ കൃഷികളും ചെയ്യുന്ന ഇഞ്ചി, കപ്പ, വാഴ നടുന്ന മുഴുവൻ ഭാഗങ്ങളും കട്ടപ്പന, കാഞ്ചിയാർ, ഉപ്പുതറ, രാജകുമാരി, രാജക്കാട്, കൊന്നത്തടി, ഇരട്ടിയാറ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഭാഗമാണ്. 18 വില്ലേജുകൾ പൂർണ്ണമായിട്ട് ഉൾപ്പെടുന്ന ഭാഗമാണ് CHR എന്ന് പറയുന്നത്. ഈ CHR വനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന 2002 നൽകിയ പരാതിയുടെ മുകളിലുള്ള അന്തിമ വാദമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടന 2010 മൂന്നാറിൽ നൽകിയ കേസ് 1801/2010 എന്ന കേസിലാണ് ഹൈക്കോടതി നിർമ്മാണ നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 1964 അനുസരിച്ച് ഇവിടെ പട്ടയം നൽകാൻ പാടില്ല എന്ന് 1964 റൂൾ അനുസരിച്ചുള്ള പട്ടയങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു. ആ സംഘടനയാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ അന്തിമവാദം നടത്തുന്നത്. അതില് കഴിഞ്ഞ ജൂലൈ മാസം സുപ്രീം കോടതി കേരള സർക്കാരിനോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 24/7 ഉത്തരവിട്ടിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അതായത് 23/7 ലാസ്റ്റ് ഡേറ്റ് ആണ്. വീണ്ടും കഴിഞ്ഞ 21/8 വീണ്ടും കേസ് വന്നിരുന്നു. അന്ന് ഒരിക്കൽ കൂടി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. 24/7 പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ കംപ്ലൈ ചെയ്തിരിക്കണം. അതായത് ഈ ഭൂമി റവന്യൂ ആണോ ഫോറസ്റ്റ് ആണോ എന്ന് കേരള സർക്കാർ അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 23/7 ആണ്. ഇതിനും പുറമെയാണ് ESI നോട്ടിഫിക്കേഷൻ കരട് വിജ്ഞാപനം കിടക്കുന്നത്. നമുക്കറിയാം, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ നമ്മൾ ശക്തമായിട്ട് ജന പോരാട്ടം നടത്തിയതിനാണ് ആ റിപ്പോർട്ട് മാറിയിട്ട് കസ്തൂരിരംഗ റിപ്പോർട്ട് വന്നത്. കസ്തൂരിരംഗ റിപ്പോർട്ട് വന്നപ്പോഴും അതിനകത്തൊരു അഡ്വൈസ് ഉണ്ടായിരുന്നു.
ജനവാസ കേന്ദ്രങ്ങളും, അതായത് 1 സ്ക്വയർ കിലോമീറ്ററിൽ 100-ൽ കൂടുതൽ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം, ESL നിന്ന് ഒഴിവാക്കണം, തോട്ടങ്ങൾ, കൃഷിഭൂമികൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പോലും ഇടുക്കിയിലുള്ള മുഴുവൻ വില്ലേജുകളും ESAയുടെ പരിധിയിലാണ് കൊണ്ടുവന്നത്. അതിനെതിരെ വീണ്ടും നമ്മൾ ശക്തമായ സമരം നടത്തി. വുമൻ വി വുമൻ കമ്മിറ്റി വെച്ചു. വുമൻ വി വുമൻ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് കരടി വിജ്ഞാപനത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയപ്പെടുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പത്രങ്ങൾ വായിച്ചു നോക്കി അറിയാം, ഇടുക്കിയിലുള്ള മുഴുവൻ വില്ലേജുകളും, അതായത് ഹൈ റേഞ്ചിലുള്ള മുഴുവൻ വില്ലേജുകളും ESAയിലെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ കിടക്കുകയാണ്. ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷന്റെ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇത് 6 തവണയായി ഇപ്പം റിന്യൂ ചെയ്തിരിക്കുന്നു. നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്നുള്ളൊരു ഒറ്റ വാക്കിൽ പറയാം. നിങ്ങൾ പലരും ആധാരം കൈമാറ്റങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കുകയോ ആർക്കെങ്കിലും 10 സെന്റ് സ്ഥലം വെക്കുകയോ ചെയ്തിട്ടുള്ളവരായിരിക്കും ഇതിൽ ഭൂരിഭാഗം. ഇൻഫാം ഭാരവാഹികളായ തങ്കച്ചൻ മുട്ടൻതോട്ടിൽ, ദേവസ്യ ഇരട്ടമുണ്ടയ്ക്കൽ, തോമസ് കല്ലുമാക്കൽ, മാർട്ടിൻ കിടങ്ങിയിൽ, സന്തോഷ് മങ്കന്താനം, സണ്ണി മണക്കുഴി, സാബു ചാവരുപാറ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം. 16 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന. പഴയ മുറിവുകൾ, അൾസർ, വെരിക്കോസ്, നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ. ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു. ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്.